സന്തൂർ മമ്മിയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കാരണം 5 മക്കളുടെ അമ്മയാണ്. കടകൾക്ക് പുറത്തു പോകുമ്പോ സിസ്റ്റർ അല്ലെ, സിസ്റ്റർക്ക് എന്താ വേണ്ടേ എല്ലാ പ്രാവശ്യം കേട്ടു കൊടുത്താ അവരോട് തന്നെ പോയി ചോദിച്ചു. സന്തൂർ മമ്മിയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കാരണം 5 മക്കളുടെ അമ്മയാണ്. അപ്പോൾ ഒരു ഏജ് എനിക്ക് അറിയില്ല, പക്ഷെ ഇപ്പോഴും വളരെ യങ്ങായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ മോളെ കൊണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പിള്ളേർ ആരെങ്കിലും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ സാധനം ഒരു ചർച്ചാ വിഷയമായിട്ട് വരാറുണ്ടോ, വന്നിട്ടുണ്ടോ? അതവളുടെ ചോദിച്ചു. കടകൾക്ക് പുറത്തു പോകുമ്പോ ഉള്ള കോമഡി, ഞാൻ ഏത് കടയിൽ പോയാലും അവർ ആദ്യം അസ്യൂം ചെയ്യുന്നത് ഒന്നെങ്കിലും ഫ്രണ്ട് ആയിരിക്കും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ഇതൊക്കെ ആവുമ്പോ സിസ്റ്റർ അല്ലെ, സിസ്റ്റർക്ക് എന്താ വേണ്ടേ, ഞാൻ എല്ലാ പ്രാവശ്യം കേട്ടു കൊടുത്താ അവരോട് തന്നെ പോയി ചോദിച്ചു. അവര് ചോദിക്കുന്നതിന് സമ്മതിച്ചു കൊടുത്തു. ഇത് ആരാന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഇവളെടുത്തു സിസ്റ്റർ ആണ്. ഓക്കെ സിസ്റ്റർ ആണ് പോരെ. അവര് ചോദിക്കുന്നതിന് മുമ്പ് അവൾ അങ്ങനെ പറയുന്നു. മുമ്പ് ഇവരുടെ രണ്ടുപേരും ഇവരൊന്നും ഇല്ലാത്ത സമയത്ത് കുറച്ചും കൂടെ സ്ലിം ആയിരുന്നു. ഇവരുടെ സ്കൂളിലേക്ക് പോയ സമയത്ത് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി പോയതാ. ഇത് കാണുമ്പോൾ മിക്കവാറും എനിക്ക് ട്രോള് വരും. അപ്പൊ അങ്ങനെ കരുതിയാൽ മതി, സെൽഫ് ബൂസ്റ്റ് അല്ല, ഐ മീൻ പ്രൊമോഷൻ ആയിട്ട് കരുതിയാൽ മതി, തള്ളലല്ല കേട്ടോ. അപ്പൊ ഒരു മാം, ഓഫീസിലുള്ള മാം ആണ്, വന്ന് ചോദിച്ചു മോളെ ഏത് ക്ലാസ്സിൽ, വേഗം ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഞാൻ എന്റെ മോളാണ് ഇവിടെ പഠിക്കുന്നത്. സോറി ട്ടോ, ആള് മാറിപ്പോയത്. അവർക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. ആക്ച്വലി അപ്പൊ കുറച്ചും കൂടെ ഫിസിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ചെറുതായതുകൊണ്ട് വീഡിയോയിൽ കാണുമ്പോൾ വലുതായിട്ട് തോന്നും. അപ്പൊ ഞാന് പൊതുവെ കൊല്ലിയാണ്. സൗന്ദര്യം ഒരു ശാപമായി പോയെന്നാണ്. അയ്യോ അങ്ങനെയൊന്നും. വേറൊരു കാര്യം, ഈ മറ്റേ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് പുറത്തു പോകുന്നതും അപ്പൊ ഫാൻസ് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. ഞാൻ എന്റെ ലൈഫില് ഇപ്പൊ എനിക്ക് എന്താ പറയാ ഭാഗ്യമാണ് എന്ന് പറയുന്നതിന് വിശ്വസിക്കുന്ന ഒരാളല്ല. ആരെങ്കിലും എന്നെ നോക്കി ഓ നല്ല ലക്കിയാണ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ അംഗീകരിച്ചു തരുന്ന ഒരേ ഒരു കാര്യം, ഞാൻ ലക്കിയാണെന്ന് പറയുന്നത്. കാരണം ബാക്കിയൊക്കെ അഡ്വാൻസാ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ലക്ക് ഉണ്ടാവാൻ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെയാണ്. ഇത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ സൂപ്പർ മാളിൽ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ഫാൻസ് എന്ന് പറയുന്നില്ല, എൻ്റെ കൂട്ടുകാർ ഓടി വന്ന് അവരവിടെ ഹഗ് ചെയ്തിട്ട് കരയും. ഇന്നാള് ലുലുവിൽ പോയ സമയത്ത് ഒരു കുട്ടി വന്നിട്ട്, ആ കുട്ടിക്ക് സംസാരിക്കാൻ വാക്കുകളില്ല, ആ കുട്ടി ഇങ്ങനെ കരയാണ്. ഇത്തന്നെ വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്തു, ഏർണിങ്സ് തുടങ്ങി, എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നു, എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അതേപോലെ മക്കള്, 3rd പ്രഗ്നൻ്റ് ആയിട്ടൊരു ലേഡി, അവരുടെ ഭർത്താവ് അബോർഷൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് അബോർഷൻ ചെയ്യാനാണോ ചോദിക്കുന്നത്, ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. ആ കുട്ടി നിങ്ങളുടെ ഒരു കാര്യത്തിനും ഒരു തടസ്സമാവില്ല, നിങ്ങൾ എന്തിനാ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടു. അത് അവർ 2 വർഷത്തിന് ശേഷം വീണ്ടും മോൻ്റെ ഫോട്ടോ ഇട്ടിട്ട് പറയാ, 2 പെൺകുട്ടികളായിരുന്നു എനിക്ക്, 3ാമത്തെ ആൺകുട്ടിയാണ് ജനിച്ചത്, ഇവൻ ജനിക്കാൻ കാരണം ഇത്തയാണ്.